കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ എം മുകേഷ് എംഎൽഎക്ക് പുറമെ 6 പേർക്കെതിരെ കൂടി കേസെടുത്തു. ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചു, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കത്തിലാണ് നടന്മാർ. നിലവിൽ അമേരിക്കയിലുള്ള ജയസൂര്യ ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്നാണ് വിവരം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തീരുമാനം വരെ ജയസൂര്യ വിദേശത്ത് തുടരാനാണ് തീരുമാനം. ഞങ്ങളുടെ പ്രതിനിധികൾ വിഷ്ണു സുരേഷും S ശ്യാംകുമാറും വിശദാംശങ്ങളുമായി ആദ്യം വിഷ്ണു സുരേഷിലേക്ക്. വിഷ്ണു, 7 പേർക്കെതിരെയാണ്, നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് നടി പരാതി നൽകി. അതിനാണ് ഇന്നലെ ഇപ്പോൾ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൽ എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസാണ് ഇപ്പോൾ പോലീസ് എടുത്തിട്ടുള്ളത്? ഇനി തുടർ നടപടികൾ എങ്ങനെയാകും? അനുജ, കേവലം ഒരു ആരോപണം എന്ന രീതിയിലാണ് ആദ്യം ഈ നടിയുടെ വെളിപ്പെടുത്തൽ ആളുകൾ ഏറ്റെടുത്തത്. പക്ഷേ പിന്നീട് ഇതിന്റെ ഗൗരവം വർദ്ധിച്ചു വന്നു. ഗൗരവ സ്വഭാവത്തിലേക്കുള്ള ആരോപണങ്ങൾ എന്ന് മനസ്സിലായി. അതിന് പിന്നാലെയാണ് നടിയെ തേടി പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ എത്തിയത്. അവരുടെ വിശദമായ മൊഴി ഏകദേശം 15 മണിക്കൂറോളമാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴിയിൽ അവർ അന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഉറച്ചു നിന്നു. നടൻ മുകേഷ്, അതോടൊപ്പം മണിയൻപിള്ള രാജു, ജയസൂര്യ, ഇടവേള ബാബു, ഈ 4 മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട 4 ആളുകൾക്കെതിരെ ആളുകൾ തന്നെ ലൈംഗികമായി സിനിമാ സെറ്റിൽ വെച്ച് അതിക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതി അവർ ഈ SITക്ക് മുമ്പിൽ വിശദീകരിച്ചു. ഏത് സമയത്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എന്താണ് ചെയ്തതെന്ന കൃത്യമായി മൊഴി നൽകി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേർക്കെതിരെയും വിവിധ സ്റ്റേഷനുകളിൽ ഫോർട്ട് കൊച്ചി, നോർത്ത് പോലീസ് സ്റ്റേഷൻ, മരട് പോലീസ് സ്റ്റേഷൻ തുടങ്ങി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ പരിധികളിൽ കേസെടുത്തത്. ഒപ്പം കോൺഗ്രസിന്റെ ലോയേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് VS ജയചന്ദ്രനെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബലാത്സംഗത്തിൽ കേസിൽ 2ാം പ്രതിയാണ് ചന്ദ്രശേഖരൻ. ഈ നടിയെ മറ്റൊരു പ്രൊഡ്യൂസറിന് മുമ്പിൽ കാഴ്ചവെച്ചു, ഒപ്പം അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ജയചന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ജയചന്ദ്രൻ പക്ഷേ ആരോപണം പൂർണ്ണമായും തള്ളുകയും ചന്ദ്രശേഖരൻ പൂർണ്ണമായും ആ ആരോപണം തള്ളുകയും ചെയ്തിരുന്നു. നിലവിൽ സെൻട്രൽ പോലീസാണ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കുന്നത്. ബലാത്സംഗ വകുപ്പ് ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തു. ഇടവേള ബാബുവിനെതിരെ പരാതി ഗുരുതരമാണ്. കാരണം അമ്മയുടെ മെമ്പർഷിപ്പ് വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഡോക്യുമെന്റ്സ് ഒപ്പിടാൻ വേണ്ടി ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുന്നു. അതിനുശേഷം ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പുറകിൽ നിന്ന് കടന്നു പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. ആ പരാതിയിന്മേലാണ് ബലാത്സംഗം ഉൾപ്പെടെ ചുമത്തി ഇടവേള ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മണിയൻപിള്ള രാജു ഡാതടിയ എന്ന സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അവിടെ വെച്ച് വാതിൽ മുട്ടി. പക്ഷേ ഇക്കാര്യം അവർ അന്നു തന്നെ തന്റെ സഹപ്രവർത്തകയായ ഗായത്രിയോട് പറഞ്ഞിരുന്നു. ഗായത്രി ഇത് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തെളിവുകളൊക്കെ ചില കേസുകളിലുണ്ട് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഈ അന്വേഷണ സംഘം രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ്. നടിയോട് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും രഹസ്യമൊഴി എത്തും സജ്ജരായിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേസ് ഗുരുതര സ്വഭാവമുള്ളതാണ്. ജാമ്യമില്ലാ വകുപ്പ്, ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേവലം ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞ് ഒഴിയാൻ മുകേഷിന് ആവില്ല. കൃത്യമായ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് FIR ഇട്ടിരിക്കുന്നത്. അതെ, കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ SITക്ക് ഉടൻ കൈമാറും എന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മുകേഷ് MLAക്ക് പുറമെ 6 പേർക്കെതിരെ കൂടിയാണ് കേസെടുത്തത്. ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചു, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കത്തിലേക്ക് നടന്മാർ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്.